അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എം മുഹമ്മദ് കുഞ്ഞി അവറുകൾ, ബഹുമാനപ്പെട്ട പണ്ഡിതരെ, രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിന് മാതൃകയാകും വിധം മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള ബൃഹത്തായ ദഅവാ പ്രവർത്തനമായുള്ള വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അതിൻ്റെ പ്രവർത്തന പദ്ധതികളുമായി സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യവുമായി കറകളഞ്ഞ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച മഹത്തായ ദീനിനെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മെയ് മാസത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നാം പ്രഖ്യാപിച്ച വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അതിന്റെ പ്രൗഢോജ്വലമായ ദഅവാ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലായും അതുപോലെ തന്നെ അന്യരാജ്യങ്ങളിൽ പോലും സജീവമായി ദഅവാ പ്രവർത്തനം നടന്നു വരുന്നു. ഏതൊരു കാലഘട്ടത്തിലും മതം മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നവോത്ഥാന പ്രസ്ഥാനമായുള്ള മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി 30-ൽ പരം വരുന്ന പ്രൊജക്ടുകൾ അതിന്റെ ഓരോ ഘട്ടങ്ങളായിക്കൊണ്ട് നമ്മൾ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസ് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഈ സമയത്ത് നാം പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിൽ 5 പ്രധാന നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ ഇന്നലെ ആരംഭിച്ച നമ്മുടെ റൂട്ട്സ് ഏകദേശം 10,000-ത്തിനടുത്തുള്ള വീടുകൾ ഇന്ന് നമ്മുടെ സന്ദേശം നാം എത്തിക്കുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ബഹുമാനരായുള്ള പല വ്യക്തിത്വങ്ങളെയും നമ്മൾ ഇതിന്റെ ഭാഗമായി സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട ജി കാർത്തികേയൻ സാർ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ വിസ്ഡം റൂട്ട്സ് ഇന്ന് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇന്നലെ വൈകിട്ട് ചേർന്ന് ഇന്ന് ഈ പരിപാടി തുടങ്ങുന്നതുവരെ നമ്മൾ അതിന്റെ പിറകിലായിരുന്നു. മാനസികമായി സംഘർഷഭരിതമായിരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു നൽകുകയും യഥാർത്ഥ ഇസ്ലാമാണ് ഏത് പ്രശ്നത്തിനും പരിഹാരം എന്നുള്ളത് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം. അതുകൊണ്ട് തന്നെ നാം ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ശക്തമായ രീതിയിൽ നാം മുന്നോട്ട് വെച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാം പ്രഖ്യാപിച്ചിട്ടുള്ള വിസ്ഡം സ്ട്രീറ്റ് ദഅവ നമ്മുടെ നഗരങ്ങളും സ്ട്രീറ്റുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നാം അതുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലും
യുവജനങ്ങൾക്കിടയിലും ശക്തമായ രീതിയിൽ വിസ്ഡം അതിന്റെ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട് സംഘടിപ്പിച്ച ഗ്ലോബൽ ഇസ്ലാഹി മീറ്റിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുടുംബസമേതം ഒത്തുകൂടിയപ്പോൾ യഥാർത്ഥത്തിൽ തൗഹീദി ആദർശം പ്രചരിപ്പിക്കുവാനായി, അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു മഹത്തായ സമ്മേളനമാണ് ഇന്നലെ നടന്നത്. ഏത് പ്രോഗ്രാം ആവട്ടെ, നമ്മുടെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: അള്ളാഹുവിന്റെ മതം, അള്ളാഹുവിന്റെ രക്ഷയുടെ മാർഗം, നാം പഠിച്ച രക്ഷയുടെ മാർഗം നമുക്കനുവദിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത്. ഇസ്ലാം ദീനിനെ ഖുർആന്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അത് വളരെ ലളിതമായ രീതിയിൽ സമൂഹത്തിലേക്ക് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ദഅ്വാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന സ്വർഗം, അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും ഈ രംഗത്തുള്ളത്. ഭൗതികമായ ഒരു താല്പര്യം പോലുമില്ലാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം നടത്തുന്ന ദഅ്വാ പ്രവർത്തനങ്ങൾ സമൂഹം രണ്ട് കൈകൂട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് MSMന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈദ് കിസ്വ നാം എല്ലാവരും അറിഞ്ഞതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി വിടർത്തുവാൻ വേണ്ടി പെരുന്നാളിന് നാം നൽകുന്ന പുത്തനുടുപ്പായിട്ടുള്ള സമ്മാനം 10,000-കണക്കിന് ആളുകളിലേക്ക് അതിന്റെ സന്ദേശം എത്തുകയുണ്ടായി. ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ നമുക്ക് ഭംഗിയായി നിർവഹിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ആവശ്യമാണ്. ശക്തമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രവർത്തന പദ്ധതിയും തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള മുതൽ മുടക്കായിട്ട് നാം കാണുന്നത്. ഈ മഹത്തായ വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസ് അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം സമാപിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.